അതിനൊക്കെ എന്നോട് ദേഷ്യാണ്. പറവന്നെ ദേഷ്യാണ്. എന്തിന്? വളയിടാൻ സമ്മതിക്കാത്തതിന്. ഓനൊരു ബലാല ആ വളക്കാരൻ. അത് മാത്രമല്ല, ഈ ദുനിയാവിലുള്ള ഒരു സൈത്താനെ അന്റെ മേത്തോടാൻ നമ്മൾ സമ്മതിക്കില്ല. നാദാപുരത്തുനിന്ന് വേണമെങ്കിൽ കോഴിക്കോട്ടുനിന്ന് നമ്മൾ തന്നെ പോയി നല്ല അസല് വള കൊണ്ടു തരൂലേ. പിന്നെ എന്തെല്ലാം ഉണ്ട് ആശ പറഞ്ഞു. വടക്കേ പോയില്ലേ 500 പറ കണ്ടോ, അന്റെ പേരിൽ എഴുതി തരട്ടെ? വേണ്ട. പിന്നെ എന്താ വേണ്ടേ? 10 കൊമ്പനാനെ തരട്ടെ? എന്തിന്? അല്ല, നമ്മൾ അനക്ക് ഒരു കുറവും എത്തൂല. ഈ പത്തരമാറ്റ് തങ്കത്തിനെ ഞമ്മക്ക് കിട്ടിയാൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. ഇബിലീസുകൾ കൂടുതൽ പണി ചെയ്ത്, അതുകൊണ്ടാ ബോധം കേട്ടത്. പക്കെങ്കിലേ ഓൻ്റെ ഒക്കെ വല്യുപ്പൂപ്പാനെ തോപ്പിക്കാൻ പോകുന്ന ഒരാള് നമ്മളേലുണ്ട്. ഇങ്ങോട്ട് അടുത്ത് വാ മുത്തേ, ഇക്കാൻ്റെ അടുത്ത് വാ. ഇനി ഞമ്മക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മളെ കൽബ്. ഇങ്ങോട്ട് അടുത്ത് വാന്ന്. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? മയ്യത്തായി പോയ നമ്മളെ വല്യുപ്പാപ്പ എവിടെ? ഇന്ന് ഉച്ചക്ക് നമ്മളെ കനവില് വന്ന്. അത്രയല്ലേ ഉള്ളൂ. മൂപ്പര് നമ്മളെ കനവില് വന്ന് പറഞ്ഞതെല്ലാം ഇതുവരെക്ക് നടന്നിരിക്കണം. അതാ നമുക്ക് പേടി. ഒന്ന് തെളിച്ച് പറയണ്ട. അതിനാ ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് നമ്മള് കെട്ടിയവന്റെ ഒപ്പം മണിയറെ കഴിഞ്ഞാല് നിങ്ങള് മയ്യത്തായി പോകുന്നു പറഞ്ഞു. മയ്യത്താവുമ്പോ അന്റെ ഉപ്പപ്പാക്ക് തരാത്തുണ്ടായിരുന്നു ഇങ്ങനെ വായി തോതിയൊക്കെ വിളിച്ച് പറയാൻ? അമിന, കാലം എത്ര പരിഷ്കരിച്ചിരിക്കണ്. വിവരമുള്ളവരിപ്പോ ഇതൊന്നും വിശ്വസിക്കൂല. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. നമ്മളെ നിക്കാഹിന് 2 ആഴ്ച മുമ്പ് മല്ലുപ്പാപ്പ കനവില് വന്ന് വടക്കുനാട്ടിൽ നിന്നൊരു സുന്ദര ഹാജിയാരി വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു. നടന്നില്ലേ? പിന്നെ ഒരു ദിവസം കനവില് വന്ന് പറഞ്ഞ് ഒരേലെ മുട്ടനാട് ചത്തു പോകുന്നു. എന്നിട്ട് ചത്ത തലയും കുത്തി താഴെ വീണ് ചത്ത്. അപ്പൊ ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? നിങ്ങള് മയ്യത്തായ പിന്നെ ഞമ്മക്കാരാ? അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മേത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണേ. കള്ളപ്പന്നി. ഈ സുന്ദരിയല്ല ആരാ പറഞ്ഞു? ഇങ്ങോട്ട് വാ. എന്താണ്ടാ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണില്ലേ? ഓക്കെന്തായി പോയി? ആ ഓക്കൊന്നാവൂല, ആവാൻ പോണത് നിങ്ങക്കാ. കാര്യം പറയടാ ഈ മാറ. ഓളെ കെട്ടിയിരിക്കണെന്ന് ഞമ്മള് മുടിഞ്ഞ സത്യം പറയണത്. ഇപ്പടാ ഞമ്മക്ക് പോയി അയച്ചിടാൻ പറ്റുമോ നോക്കാം. പണ്ടാളങ്ങൾ എനിക്ക് പറഞ്ഞാലും മനസ്സിലാവൂലേ? ഞാൻ പറഞ്ഞ കെട്ട് അയക്കാനും പറ്റില്ല, അറക്കാനും പറ്റൂല. മൊയ്തൂട്ടി ഹാജി മിന്നു കെട്ടിയ കാര്യം ഞമ്മള് പറഞ്ഞത്. ഓളോന്റെ ബീവിയാ, ബീഡരി. നിങ്ങളെന്താണ് കോയി നിലാവത്ത് നിക്കണമാര് നിക്കണത്? വിട്ടേക്കിന്ന്. ഓളില്ലെങ്കിൽ ഓളുടെ ഉമ്മ. ഈ ദുനിയാവില് വേറെ പെണ്ണുങ്ങളില്ലെന്ന്. നല്ല ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് നിങ്ങൾ ഒന്നുകൂടി സ്നേഹിക്ക്. അങ്ങനെ പറയല്ലേ ഉസ്മാനെ. ഓള് ഞമ്മടെ നെഞ്ചില് ഒരു കൂട് കൂട്ടിയിരിക്കണം. ഇല്ലല്ലോ, നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ വേഗം ചെന്നാ കൂട് പൊളിച്ചോളി. അല്ലെങ്കിൽ ഹാജിയാരെ വന്ന് ഇങ്ങനെ നെഞ്ചും ഞമ്മടെ കൂട് പൊളിക്കും. ഓ, ഈ കൂന്താലിക്കാരുടെ ഇടിന്ന് വെച്ച നല്ല ഉസിരുള്ള ഇടിയാണിക്ക. ഇടിക്കേ കുത്തിയേ എന്ത് വേണേലും ചെയ്തോട്ടെ, ഞമ്മള് മുന്നാക്കം വെച്ച കാല് പിന്നാക്കം വെക്കൂല. ഓളെ ഞമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടായി പോയി. ഇങ്ങക്കൊല്ല ഭ്രാന്തണ്ട? അതേടാ ഉസ്മാനെ, ഈ മുഹബത്ത് എന്ന് പറയണ ഒരു ജാതി ഭ്രാന്താണ്. സ്നേഹിച്ചു പോയാ പിന്നെ കണ്ണും മൂക്കും കാതൊന്നും തിരൂല. നമ്മൾ പറയണത് നിനക്ക് മനസ്സിലാവണ്ട. ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ട്. എന്ത് മനസ്സിലായി? സ്നേഹിച്ചു പോയാ പിന്നെ അത് ബെല്ലോന്റെ മോളാണോ, പെങ്ങളാണോ, ഭാര്യയാണോ, ഉമ്മയാണോ, ഉമ്മുമ്മയാണോ എന്നൊന്നും ഞമ്മക്കറിയേണ്ട കാര്യമില്ല. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതന്നെ. എന്റെ പഠിച്ചോനെ കാത്തേക്കണേ. പാപ്പ
എന്തേ? പാമ്പ് പാമ്പ് എന്തേ? പാമ്പ് ഇത്രയും വലിയ തല ഇത്രയും വലിയ ഉടല് ഇത്രയും വലിയ ബാല് രാജഗോപാലയാണെന്ന് തോന്നുന്നത്. റബ്ബേ, എന്നിട്ട് എവിടെ? ഇങ്ങനെ കയറിയത് നമ്മൾ പുറകെ ഓടി വന്ന് ഒരേ രാത്രി കഴിഞ്ഞ് പോണത് കണ്ട് ഉമ്മ, ബിയാത്തോ, രഹന, എല്ലാരും പോ. ആമിന, ഓടി വരി. എന്താ പെണ്ണുങ്ങളെ? എന്തിനാ തൊള്ള കീറണേ? വലിയ രസമുള്ള ഒരു പാമ്പ്, പാമ്പ്, പാമ്പ്. എന്നിട്ട് എവിടെ? ഞമ്മള് കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് പോരി നമ്മൾ പുറകെ കയറി നോക്കാം. വലിയ ബടി ഇങ്ങേരി പാമ്പ് പാമ്പ് സൂക്ഷിച്ചോ. കിട്ടിയ നമ്മൾ വിടൂല. ഓനെ മയ്യത്താക്കിയിട്ട് കൈയിട്ട് തൂക്കിട്ട് ആ, ആ. ഒരു ഉത്സവത്തിന്റെ കൂട്ടമുണ്ടല്ലോ. എന്താ എല്ലാരും പുറത്തു കൂടി നിൽക്കുന്നേ? സാപ്പുണ്ണിയാരെ, നമ്മളെ പുറയിലൊരു പാമ്പ് കയറി. വലിയ രാജവെമ്പാല. എവിടുന്ന് വന്നു? ആ, ഒരു ബൈബോക്കം പറഞ്ഞ് ഓര് കണ്ട് ആളുള്ളിലേക്ക് വടിയും കൊണ്ട് പോയിരിക്കണ്. വഴിപോക്കനും ആരായാണ്? ആ ഈത്തപ്പഴവും വളയൊക്കെ വിൽക്കാൻ വന്നില്ലേ, ഓനാ. പടച്ചോനെ, ആ ഹരാൻ പറഞ്ഞോനാ. ഓൻ നല്ല ഉശിരുള്ളാനാ. ഓന്റെ ഉശിരി ഇന്നത്തോടെ തീരും. നല്ല രസമുള്ള ജാതിയെന്നാ പറഞ്ഞേ. ആ വിഷപ്പല്ല് നമ്മൾ ഇന്ന് അടിച്ചളക്കും. അവനാ പാമ്പ് ഇവിടെ. പാമ്പിനെ കിട്ടിയാ? പാമ്പിനെ കിട്ടിയില്ല, ഒരു പന്നിനെ കിട്ടി. ഇറങ്ങടാ വെളിയില്. അപ്പൊ രാജവെമ്പാല? രാജവമ്പാല ഔത്തിരുന്ന് സിനിമ കാണുന്നു. വേണമെങ്കിൽ കൂടെ പോയിരുന്ന് കണ്ടോളി. എല്ലാം ഇവന്റെ കുരിശ് പണിയാണ്. പോരേക്കാറ കള്ളനായി. പാമ്പിനെ കിടക്കാൻ കയറിയില്ലേ? പാമ്പിനെ പിടിക്കാനാ? ഈ ആരാടാ പാമ്പാട്ടിയാ? നമ്മളെ പൊരേ കയറാൻ പാടില്ല എന്നോട് നമ്മൾ പറഞ്ഞല്ലടാ. കച്ചവടത്തിന് കയറണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? പിന്നെ ഇപ്പൊ എന്തിനാ ഈ വന്നത്? അന്റെ ഉമ്മാന്റെ മയ്യത്തെടുക്കാനാ? പറഞ്ഞോട്ടല്ല. പിന്നെ അന്റെ ഉപ്പൂപ്പാനെ ഉമ്മുമാനെയും പറയട്ടാ. ഇറങ്ങടാ പന്നി ചാപ്പിട്ടിയാ. ഇറക്കണേ. അവനാ കക്കാൻ വന്നോനാ. മേലിൽ നമ്മളെ മുമ്പ് കണ്ടുപോരുത്. ഈ പഠിക്കുന്നല്ല, ഈ നാട്ടിന്ന് ഇരുട്ട് മുമ്പ് പൊക്കോളണം. അല്ലെങ്കിൽ അന്റെ മയ്യത്ത് നമ്മളെ കൈ കൊണ്ടായിരിക്കും. കേറിപ്പോ എല്ലാത്ത്. പാമ്പുണ്ടാ? ഉണ്ടില്ല. ഉണ്ണാൻ ഇലയിട്ട് കിട്. ചെന്ന് വിളമ്പി കൊടുക്കി.